സംഭവിച്ചെന്താ വെച്ചാൽ രാവിലെ ഇവിടുന്ന് വന്ദേഭാരത് ട്രെയിന് പോയി തലേന്ന് പോയിട്ടൊരു ഇതെടുത്ത് KTDCയിൽ ചൈത്രത്തിൽ റൂമെടുത്ത് അതിൻ്റെ മുന്നേ തന്നെയാണ് ഇത് പൊങ്കാല അർപ്പിച്ചത്. അതിൻ്റെ ബാക്കിൽ ഓർഡറിലൊന്നും അല്ലാതെ 3-4 നേരെയായിട്ട് തൊട്ടും കൊണ്ട് തീരെ അകലം കീപ്പ് ചെയ്യാതെയാണ് ഇവർ പൊങ്കാല അർപ്പിച്ചത്. അതിൽ നിന്ന് സാരിക്ക് തീ പിടിച്ചിട്ടാണ് സംഭവിച്ചത്. സുരക്ഷ ഉണ്ടായിരുന്നില്ല തീരെ, അതാണ് പറയാനുള്ളത്. തീരെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അവർക്ക്, അവിടെയുള്ളവർക്ക്. അതാണ് ഇനി മറ്റൊരാൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ല, അതാണ് നമ്മൾ പറയുന്നത്. അനാസ്ഥ കൊണ്ട് തീർച്ചയായിട്ടും. കാരണം ഇത്രയും ജനങ്ങൾ കുത്തിക്കൊണ്ട് എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ അതിന് പ്രൊക്യൂഷനോ ഒരു ഇത് ചെയ്ത് വെക്കണ്ട അവിടെ. അതൊരു ചെയ്യാതെ തോന്നിയ മാതിരി ഇത് ചെയ്യുക ഒരു ഉത്തരവാദിത്തമില്ല. ഇത്രയും ജനങ്ങൾ സംഘടിക്കുന്നത് അതിനുള്ള പ്രൊക്യൂഷനോ നടപടികൾ വേണ്ടേ, അത് ചെയ്തിട്ടില്ല. അവർ തന്നെ പറയുന്നത് കുറച്ച് മുമ്പ് അവരുടെ കൂടെ പോയ ആൾക്കാരൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. അവർ അവിടെ നിന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച്. അതെ, കൂടെ എൻ്റെ വൈഫ് പറഞ്ഞിരുന്നു ഇത് തൊട്ടടുത്ത് വെക്കരുത്, നിങ്ങളൊന്ന് മാറി ഒരു കേൾക്കുന്നില്ല, ആരും അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ പോലീസുകാരോട് പറഞ്ഞാൽ പോലീസുകാരോട് കുറേ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് തന്നെ നിസ്സായരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹോട്ടലുകാരും എൻ്റെ അകത്തുണ്ട്, ഒരു പ്രൊക്യൂഷൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. എന്തെങ്കിലും ഇത് വേണ്ട, അതിൽ തീ അണയ്ക്കാനുള്ള എന്താ, തീ ഒരുപാട് ഉച്ച സമയമല്ലേ, 11 മണിയല്ലേ സമയം. അന്നേരം ഇപ്പോൾ തീ കാണൂലല്ലോ, വെയിലിൻ്റെ ചൂടും പുകയും ഇപ്പോൾ കൂടി ആകുമ്പോൾ അത് അങ്ങനെയാണ് ഈ സംഭവിക്കുന്നത്. ഒന്നായിട്ട് കത്തിപ്പറഞ്ഞു. പോലീസുകാരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും നിസ്സായരാണെന്ന് അവർ പറയുന്നത്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, കാരണം അത്രയും ജനങ്ങൾ ഞങ്ങളെന്ത് ചെയ്യാനാണ്. അതെ, പിന്നെ അവരെന്ത് ചെയ്യണോ അതിന് വേണ്ട നടപടി മുൻകൂട്ടി റെഡിയാക്കി വെക്കണത്, അത് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള പറയാനുള്ളത്.